പോവാണ്. പപ്പ വന്നിട്ടില്ല. പപ്പത്തി ഓക്കെ കയറി. സമയം ഏകദേശം 6 മണി ആവാനായിട്ടുണ്ട്. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. യമ്മൾ കുറച്ചൊന്നും ഉറങ്ങി. അതിൻ്റെ കുറുമ്പത്തരം നല്ലോണം ഉണ്ടേനും. ഞങ്ങളല്ലാത്ത എല്ലാവരും പള്ളിയിലെത്തിയെന്ന് തോന്നുന്നു. വരും പോയി വെക്കാം. പെരുന്നാപ്പള്ളി പോയ ഇഷ്ടം പോലെ ഗിഫ്റ്റൊക്കെ കിട്ടോ. യാമിമോക്ക് എന്താ കുറുമ്പത്തിനെ അതിക്രമിച്ചു. ഒരു വിധത്തിലുള്ള പറഞ്ഞ് സെറ്റാക്കി തോളത്ത് കിടത്തി. ഞാനും നസും മോനോട്ടിയും കൂടി പള്ളിയിൽ പോയത്. സംഗതി അടിപൊളിയായിരുന്നു. പക്ഷേ യാമിമോൾക്ക് അറിഞ്ഞോടി കുറച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയെന്ന് കുറച്ചേരം ഇറങ്ങി ഞങ്ങളിതാ പുറപ്പെട്ടിട്ടോ. ഇവിടേക്കുന്നല്ലേ പെരുന്നാൾ പരിപാടി ഉണ്ട്. എത്ര 2-3 ഉണ്ട്. പോയേക്കാം. നേരെ പോയത് ടെക്നിക്കായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരാദ്യം കഴിച്ചതല്ല, ഞങ്ങൾ ചെല്ലാൻ ലേറ്റ് ആയതാണ്. കൂളിംഗ് ഗ്ലാസ് കയറ്റി ഫുഡ് കഴിക്കാൻ കൊച്ചിന്ന് ഇവിടുത്തെ ഹൈലൈറ്റ്. ഓരോ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഓരോന്ന് വെറുപ്പിച്ച് കുറച്ച് ഫുഡ് അവിടുന്ന് കഴിച്ച് പെരുന്നാൾ പൈസയും വാങ്ങി ഞങ്ങൾ നേരെ ഇസ്ത്രാക്ക്. കണ്ടോ യാമിമോളെ മുഖത്ത് ബിരിയാണിൻ്റെ തോന്നുന്നുണ്ട് ഒരു തെളിച്ചം. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. ഇസ്രായിൻ്റെ പടിവാതിരിക്കുന്ന നിറം മൈലാഞ്ചി കൈകളുമായി ഞങ്ങളെ സ്വീകരിച്ചത് ധാന്യമോളായിരുന്നു കേട്ടോ. കൂട്ടത്തിലെ ബിരിയാണി ഉണ്ടാക്കി ക്ഷീണിച്ച് പോണ ബഷീറാക്കാനെ നമുക്ക് കാണാം. കാക്കാൻ്റെ കമ്പനിയിൽ കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും ഇവിടെ നമ്മൾ ഓൺ ടൈമിനായിരുന്നു എത്തിയത്. എന്നാലും അസുട്ടൻ ആ ചോദ്യം ചോദിച്ചു, എന്താ നിങ്ങൾ നേരം വൈകിയെന്ന്. കുഞ്ഞിക്കാക്കൻ ചോദിച്ചു, എല്ലാവരും ചോദിച്ചു. വെറുതെ ഫോർമാലിറ്റിക്ക് ചോദിക്കാരം, സാരമില്ല. പിന്നെ നമ്മൾ പരിപാടി എന്താ, പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെച്ച് ആ ഒരു ഈദിൻ്റെ പൊലിവിൽ മാഷാ അല്ലാ എത്തി നമ്മളെ സുന്ദരി. ഇതാണ് ഈദ്. ഞങ്ങളെല്ലാവരും പാടെ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ അവിടെ ഒരു ഡബിൾ ഈദാണ്. ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഫോട്ടോസും വീഡിയോസും മുഖ്യം പിക്കില്ലേ. ആ വെയിലിൻ്റെ ശക്തി കണ്ട് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈത്തപ്പനകളൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ചൂട് തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് 3 മണി 4 മണി വരെയൊക്കെ ഇരുന്നിട്ട് മൈലാഞ്ചി അല്ലേ ഒന്ന് മെയിനാവാന്ന്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിച്ച് നിൽക്കുമ്പോഴാണ് മട്ടൻ തിന്നാനുള്ള കോൾ വന്നത്. പിന്നെ നമ്മൾ എന്തിനു വെയിറ്റ് ചെയ്യണം. പായസം ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളെ ചെക്കന്മാരെ കുക്ക് ചെയ്ത സെറ്റ് സംഭവമാണ്. ചെമ്പ് കാലിയൊക്കെ എല്ലാവരും ഫോട്ടോഷൂട്ടിന് ഇറങ്ങിട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി സോങ് ഉണ്ട്, ഒരു കേട്ടോ. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, പപ്പനും മോളും ഇവിടെ എവിടെയും കാണാനില്ല. ഒന്ന് തെരഞ്ഞു പോയി നോക്കാം. ഇസ്തിറ എടുക്കുമ്പോൾ എപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ ഇസ്തിറ തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കലുണ്ട്. കാരണം നമ്മളെ മക്കളെ ഒരു മെയിൻ പാർട്ടാണ് സ്വിമ്മിംഗ് പൂള്. അതുകൊണ്ട് ഉമ്മമാർക്ക് വേറെ സംഗതി ഉണ്ട്. കാരണം അവർ നമ്മളെ അടുത്തേക്ക് വരികയില്ല, നമ്മൾ ഫുൾ ഫ്രീ ആയിക്കാരും. ഇവരെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളൊരു ചാട്ടം കൂടി വരാണ്ട് കേട്ടോ. നമ്മളെ കൂടുതൽ ചെറിയ ആളാട്ടപ്പോൾ ചാടിയത്. പണ്ട് ഏതോ സിനിമ നടി 2ാം വയസ്സിൽ വെള്ളത്തിൽ ചാടുന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രോൾ ചെയ്ത് ഞാൻ നിമിഷം ആലോചിക്കാണ്. എല്ലാവർക്കും ചാടാൻ പറ്റും, കുറച്ച് ധൈര്യം മതി കേട്ടോ. ഇന്നത്തെ ഏകദേശം കലാപരിപാടികൾ കഴിഞ്ഞു തുടങ്ങി. ചെമ്പും പാത്രമൊക്കെ വണ്ടി കയറ്റി പോകാനുള്ള തയ്യാറെടുപ്പായിട്ടുണ്ട്. ഞങ്ങൾ പോകാനുള്ള ക്ഷമൊന്നും മൂപ്പര് കാണിക്കണില്ല കേട്ടോ. ക്ലീനിങ് ഒക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവനവൻ്റെ ലഗേജൊക്കെ വാരി കെട്ടി പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് ദിരുവിൻ്റെ അസറ്റ് കിട്ടിയിട്ടുണ്ട്. ഓന് ആത്മാർത്ഥയോടെ അത് ഓർത്തുകൊണ്ടിരുന്ന ആളെ തരികയാണ്. വളരെ കഷ്ടപ്പാടിനൊരു ഓണർ കണ്ടെത്തി സാധനം കൊടുത്തുട്ടോ. മക്കൾസിൽ നിന്ന് പോരാൻ ഒരു താല്പര്യമില്ല. പിടിച്ച് വലിച്ച് വണ്ടി കയറ്റി ഒറ്റ പോക്കാം നമ്മൾ. ഇവിടെ ഫോട്ടോ എടുക്കുന്ന ടീം പിന്നെയുണ്ട്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന വേറൊരു സംഗതി കേട്ടോ. ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് ഞാൻ കണ്ടെത്തിയ സംഗതിയല്ല, എനിക്ക് ആരോ ഒരാൾ കാണിച്ചു തന്നതാണ് കേട്ടോ. നോക്കിയൊക്കെ ഇതിൻ്റെ ലൈറ്റിൻ്റെ ബാക്കിൽ ഒരു പ്രാവ് കൂട് കൂട്ടിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നീളമില്ലാത്തതുകൊണ്ടും ഒരു കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് എനിക്ക് ഇത്ര എത്തി നോക്കാൻ പറ്റുള്ളൂ. പ്രാവിനെ കണ്ടോണ്ടെന്നാ ദിലുവിന് എന്തൊക്കെയാ മനസ്സിൽ ലഡ്ഡു പൊട്ടി. എല്ലാ വീട്ടിലും പൊതുവെ ഉണ്ടാവല്ലോ കുട്ടികളെ നാശാക്കുന്ന ഒരു ആപ്പാ. അതാണ് ഈ നിയാസാപ്പ. ഓനാണ് ഈ കുട്ടികളൊക്കെ നാശാക്കുന്നതാണ് പൊതുവേ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. നിന്റെ കൂമ്പിനിട്ട് ഇടിക്കാൻ വരണ്ട. പെരുന്നാൾ പരിപാടി കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോവായി. കുറച്ചങ്ങനെ വണ്ടി മൂവ് ചെയ്തപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. നമ്മൾ പരിപാടിയിലെ ചെറിയൊരു പ്ലാൻ ചേഞ്ച്. ഭർത്താക്കന്മാർക്ക് നന്നായിട്ട് പോയി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഭാര്യമാരെ കുട്ടികളെ നൈസായിട്ടാണ് ഒഴിവാക്കി ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടോ. നല്ല അടിപൊളി ചായക്ക്. അയ്യോ ആ ബിരിയാണിൻ്റെ മേലെ ചായ കുടിക്കുമ്പോൾ ഒരു അന്തസ്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാട്ടോ കുറച്ചും കൂടെ വീഡിയോസൊക്കെ ആഡ് ചെയ്യായിരുന്നു. അവിടെ പോയി സല്ലപിച്ചിരുന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല. ആ ചെന്നപ്പോൾ ആ ഉഷാറിലുള്ള വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ.
ചായയും പലഹാരങ്ങളൊക്കെ കുടിച്ച് വീഡിയോൻ്റെ കാര്യമാണ് പറ്റ മറന്ന്. അതിൻ്റെ മക്കളിങ്ങനെ കളിക്കണ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൽ ആഡ് ചെയ്യാണ്. ഓർക്ക് പുതിയ ടോയ്സും കാര്യങ്ങളും കിട്ടിയതല്ലേ, ഓരോതിൽ ഉഷാറായിരുന്നു കേട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങൾ ഒരു സൈഡിലും മക്കൾസ് ഒരു സൈഡിലായിരുന്നു. അങ്ങനെ ഈ ഒരു ഇത് ഒരു അടിപൊളിയായി. ഇൻഷാ അല്ലാ അപ്പോൾ ഇനി വലിയൊരുന്നാൾ കാണാം, അന്നൊരു അടിപൊളി വ്ളോഗ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ ബൈ.